ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ടുള്ള നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളും നമ്മുടെ കഴിഞ്ഞു. അത് 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഇവിടെ സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങലാണ് നമ്മുടെ പരിപാടി. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് വന്നത് മുണ്ടൻ പഹാഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്കാണ് വന്നത്. ഇവിടെ ഇഷ്ടം പോലെ ഐലൻഡ് ഉണ്ട് കേട്ടോ. അപ്പം പോകാൻ പറ്റാത്തത് രീതിയിലുള്ള ഐലൻഡ് ഉണ്ട്, അതായത് ആദിവാസികൾ മാത്രം താമസിക്കുന്ന കുറച്ച് ഐലൻഡ് ഉണ്ട് ഉണ്ട് കേട്ടോ അവിടെ. അപ്പം പോയി കഴിഞ്ഞാൽ അതേപോലത്തെ ഉള്ള ഐലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ റിസ്ക് കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കരുത്. അപ്പൊ നമുക്ക് പോയിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് വരാവുന്ന രീതിയിലുള്ള ഐലൻഡ് തന്നെ നമ്മൾ ചൂസ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നിങ്ങളിപ്പോ ഫാമിലി പാക്ക് ആയിട്ട് വരുന്നതോ ഇപ്പൊ സിംഗിൾ ആയിട്ട് വരുന്നതോ നിങ്ങൾക്ക് ഇവിടെ അടിച്ചു പൊളിക്കാനുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ നല്ല മഴക്കാറും, അതായത് ഇടയ്ക്ക് ഒരു മഴ പെയ്തായിരുന്നു കേട്ടോ. അതും നോക്കി പിന്നെ ഈ മലകൾ കാണുമ്പോൾ നല്ല രസമായിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ബ്ലൂ വാട്ടർ കാണുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും അലോഡല്ല. ഇവിടെ നല്ല മുതലകളുടെ ശല്യം ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും സെക്യൂരിറ്റി വന്നിട്ട് നമ്മൾ കയറുന്നു പറയണ്ടായിരുന്നു. നമ്മൾ കുറച്ച് മുന്നോട്ട് ഞാൻ കുറച്ച് നടന്നു പോയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫുഡ് അടിക്കാൻ പോയി. നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. ഇവിടെ വന്നതിന് ശേഷം ഫുൾ ടൈം ബിരിയാണി തീറ്റയാണ് കേട്ടോ. എനിക്ക് കുറച്ച് തടി വെച്ചൊന്നും ഡൗട്ട് ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ മസ്റ്റ് പോകേണ്ട ഒരു സ്ഥലമാണ് സെല്ലുലർ ജയിലാണ് കേട്ടോ. നമ്മൾ പണ്ട് മോഹൻലാലിന്റെ സിനിമയിൽ പറഞ്ഞ പോലെ കലാപാനി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ, അപ്പൊ നമ്മൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടോ എന്താ അവസ്ഥ കാര്യങ്ങളൊക്കെ. ഇവിടെ വന്ന് ശരിക്കും അറിഞ്ഞ് ആ കാലഘട്ടത്തില് ഇവിടുത്തെ മനുഷ്യർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അത് നമ്മൾ കണ്ടറിയുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്നും പ്രത്യേകതയാണ് കേട്ടോ. അത് പിന്നെ എന്താ പറയാ, ഈ ബിൽഡിങ്ങിലേക്ക് ശരിക്കും ഷോ ചെയ്ത് ലൈറ്റ് ഷോ ഉണ്ട് കേട്ടോ ഇവിടുത്തെ. അത് നമ്മൾ കണ്ടറിഞ്ഞ് അറിയണം. അടിപൊളി വൈബാണ് കേട്ടോ. പിന്നെ 1906 കേട്ടോ ഇത് സ്ഥാപിച്ചത്. ईद कैद खाने में बदलने का फैसला किया. अरे देखो देखो